ഇത് 2011 മാക്സിമം ആണ്. ഫിറ്റ്നസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇത് 2018 സൂപ്പറൈസ് മിൻ്റാണ്. ഇത് ഇപ്പം ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 3 സൈഡ് ഓപ്പൺ ആണ്. പേപ്പർ ഭാഗം 1.5 വർഷമുണ്ട്. 2022 പെട്രോൾ ഐസാണ്. ഫിറ്റ്നസ് പുതിയതാണ്, ഇൻഷുറൻസ് പുതിയതാണ്. ഇത് 2021 ദോസ്ത് AC പവർ സ്റ്റിയറിങ് പ്ലസ് 5 വോൾട്ട് വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ടൈറ്റാനിയം ജംഗ്ഷനിലുള്ള ഐശ്വര്യ ആട്ടോ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ വണ്ടി കാറല്ല, പകരം കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഈ സ്ഥാപനത്തിൽ ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്യുന്നത്. എന്നോട് ആദ്യം പറഞ്ഞാൽ മറ്റേത് ഷോപ്പിൽ പറഞ്ഞേക്കുന്നതിനേക്കാൾ കൂടുതൽ വില നല്ല താഴ്ത്തിയാണ് വില ഇട്ടേക്കുന്നതെന്നാണ്. അപ്പം അത്തരത്തിലുള്ള വണ്ടികളെടുത്ത് ഉപജീവന മാർഗ്ഗമാക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും വില വിവരവും എങ്ങനെയാണെന്നുള്ളത് ഇക്കയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ബ്രോ നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയായിരുന്നു? അൻസിൽ. നമ്മളിവിടെ ആദ്യമായിട്ട് ചെയ്യല്ലേ വീഡിയോ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഷോപ്പ് എവിടെയാണെന്നുള്ളതെന്ന് വ്യക്തമാക്കിയോ? ഇത് കൊല്ലം ചവറ ടൈറ്റാനിയം കമ്പനി അടുത്താണ്. അവിടുന്ന് ഒരു കിലോമീറ്റർ അകത്താണ്. ഇതിപ്പോൾ ഞാൻ ഈ വന്നേക്കുന്ന ഇവിടെയാണോ നിങ്ങൾ വണ്ടി ഇടുന്നത്? എന്നുവെച്ചാൽ ഷോപ്പിൽ നിന്ന് മാറിയില്ല നമ്മളിപ്പോൾ വീട് ചെയ്യുന്നത്. ഷോപ്പ് വരുന്നത് ടൈറ്റാനിയം കമ്പനിയുടെ ഗ്രൗണ്ടിന് ഓപ്പോസിറ്റ് ആണ്. അവിടെ കൂടുതൽ വണ്ടി ഇടാൻ നോക്കത്തില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ. അപ്പോൾ വണ്ടി എടുക്കാൻ വരുന്നവർക്ക് ഇങ്ങോട്ട് വന്നാൽ കുറേ കൂടി വണ്ടികൾ കാണാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ സ്റ്റോക്ക് എത്ര വണ്ടി കാണും? ഇപ്പോൾ കുറവാണ്, ഒരു 15-16 വണ്ടിയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ടൊക്കെ എത്ര കൊല്ലമായി കാണും? നമ്മളൊരു മൊത്തം ഒരു 10-20 കൊല്ലമായിട്ടുണ്ട്. 20 കൊല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഏകദേശം എത്ര രൂപയുള്ള വണ്ടികളാണ് കാണിക്കാൻ പോകുന്നത്? നമ്മുടെ ഈ 90 തൊട്ടുണ്ട് വണ്ടികളുണ്ട്. 90 രൂപ? അപ്പോൾ പിന്നെ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ വണ്ടികൾ എടുക്കുന്നതിനകത്ത് എനിക്കൊരു അറിയാനുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വാറണ്ടി ഗ്യാരണ്ടി ആ രീതിയിൽ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? വാറണ്ടി ഉദ്ദേശിക്കുന്നത് ഗിയർ ബോക്സ് അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ നിലവിൽ വണ്ടി കണ്ടീഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കുമ്പോൾ, വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻജിൻ സൈഡ് ഗിയർ ബോക്സ് സൈഡൊക്കെ നമ്മൾ കൊണ്ട് ഒരാഴ്ച 1.5 ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഗ്യാരേജ് ഉണ്ടല്ലോ ഇവിടെ? അവിടെ പെയിന്റിങ്ങും മെക്കാനിക്കും ഉണ്ട്. ചെറിയ പരിപാടികളെല്ലാം വർക്കുകളെല്ലാം നമ്മൾ ചെയ്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ മോട്ടോറാണ് എന്തെങ്കിലുമൊക്കെ കൊച്ചു പണികൾ വരും. പഴയ വണ്ടിയാണ്. പുതിയ വണ്ടിയുടെ ക്വാളിറ്റി എന്തായാലും പഴയ വണ്ടിക്ക് കിട്ടത്തില്ല. അത് വരില്ല, സ്വാഭാവികം. ഓക്കെ. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. നിലവിൽ വണ്ടിയിൽ കണ്ടീഷൻ ആയിരിക്കും, പിന്നെ എടുത്തോണ്ട് പോവാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പഴയ വണ്ടികളാകുമ്പോൾ അതിൻ്റെതായ പോരായ്മകൾ വരും. മോഡൽ കൂടി അനുസരിച്ച് വണ്ടി ആകുമ്പോൾ 2021-22 ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ വണ്ടി നമുക്ക് ചില ഷോപ്പുകളിലൊക്കെ പറയും ഇന്ന സ്ഥലങ്ങളിലോട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഇത്ര ഇല്ല. കേരളോ തമിഴ്നാടോ പുറത്തോട്ട് വേണമെങ്കിൽ നമ്മൾ NOC എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് തന്നെ കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പം യൂസ്ഡ് കാർ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷെ അത് പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് അത് കൊടുക്കാൻ നമ്മൾ എടുക്കാറില്ല, പുറത്തോട്ട് കൊടുക്കാറേ ഉള്ളു. ഓക്കെ. തമിഴ്നാട്ടിലോട്ട് കൂടുതൽ എയ്സാണ് കൂടുതൽ പോകുന്നത്. അവർക്ക് നമ്മൾ NOC എടുത്ത് അങ്ങോട്ട് പേരുമാറി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും പേരുമാറി നമ്മൾ കൊടുക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഇത് 2018 സൂപ്പറൈസ് മിൻ്റാണ്. ഇത് ഇപ്പം ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 3 സൈഡ് ഓപ്പൺ ആണ്. പേപ്പർ ഭാഗം 1.5 വർഷമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറണ്ടാണ്. മറ്റ് പണിയ കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല. 3 സൈഡ് ഓപ്പൺ ആണ്. ഇത് 2.25 രൂപയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. 2.5 രൂപയിലും ഇപ്പം നിലവിൽ ഞാൻ കൊടുത്തേക്കാം. 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. പേപ്പറും കാര്യങ്ങളെല്ലാം കറണ്ടാണ്. വണ്ടിക്ക് മറ്റ് പണിയോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എന്ത് പണിയുണ്ടെങ്കിലും നമ്മളിവിടെ ഷോപ്പിൽ നമുക്കിവിടെ തന്നെ വർക്ക്ഷോപ്പിനകത്ത് പെയിൻറ്റിങ്ങും പാച്ച് വർക്കും മെക്കാനിക്കലും എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ ആളുണ്ട്. അവരെ കൊണ്ടെല്ലാം ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ടയറെല്ലാം പുതിയ ഇട്ടേക്കോ? എല്ലാം രണ്ട് ടയർ, ഫ്രണ്ട് 2 പുതിയതും ഇത് 2 റീസോളുമാണ്. യൂസ്ഫുള്ളാണ്. പക്ഷെ അത് കണ്ടിട്ട് നല്ല ടയർ, ആവറേജ് ബാറ്ററി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക. 2.25 ലക്ഷം രൂപ ഓൾറെഡി ഉള്ളതാണ്. 2.5 രൂപയ്ക്ക് കൊടുക്കുക. ഓക്കെ. അടുത്ത് പറയാം. ഇത് 2021 ആപ്പയാണ്. മെനഞ്ഞാന്ന് ടെസ്റ്റ് ചെയ്ത് 3 ദിവസമായുള്ളൂ ടെസ്റ്റ് കഴിഞ്ഞിട്ട്. പുതിയ ഇൻഷുറൻസ്, പുതിയ ടെസ്റ്റ് എല്ലാം ഉണ്ട്. നമ്മൾ 1.35 വില ഇട്ടിരിക്കുന്നത്. 1.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 1.25? 2021 വണ്ടി, പുതിയ ടെസ്റ്റ്, മെനഞ്ഞാന്ന് ടെസ്റ്റ് ചെയ്തതാണ്. റീപെയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് പെയിന്റും ചെയ്ത് പുതിയ ഇൻഷുറൻസും എടുത്ത് മെനഞ്ഞാന്നും എടുത്ത് ടെസ്റ്റും ചെയ്ത്
ഇനി 2 വർഷത്തേക്ക് ടെസ്റ്റ് ഉണ്ട്, 1 കൊല്ലത്തേക്ക് ഇൻഷുറൻസ് ഉണ്ട്. അടുത്ത വർഷം ഡിസംബർ വരെ ടാക്സും ഉണ്ട്. പേപ്പർ എല്ലാം കറണ്ടാണ്. ഇത് 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. 1.4. ഇതിന് അപാകതകൾ എന്തെങ്കിലും ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യമുള്ള ചെറിയ പണികളെല്ലാം തീർത്ത, ഇപ്പം ടെസ്റ്റിന് എല്ലാ പണികളും തീർത്ത. ടയർ കട്ട ടയർ, ഇത് കട്ട ടയറാണ്. കട്ട ടയർ മാറി കൊടുക്കൂ. ഇല്ല, ഇതിങ്ങനെയാണ് ഇപ്പം ഈ കണ്ടീഷനിൽ. സ്റ്റെപ്പിന് നല്ല ടയർ അതിനകത്ത് ഇരിപ്പുണ്ട്. ഇപ്പം ടെസ്റ്റിന് വേണ്ടി എല്ലാം മാറ്റിയിട്ടായിരുന്നു. ഇത് 2018 മെഗാ എക്സൽ, അതായത് പവർ സ്റ്റിയറിംഗ് ഉള്ളത്. 2018 1 വർഷം പേപ്പറുണ്ട്. 2018 സിംഗിൾ ഓണർ ആണോ? അല്ല, ഇത് തേർഡാണ്. തേർഡ്. ഇതിൻ്റെ സീറ്റ് കുറച്ച് കീറിയിരിപ്പുണ്ട്. അല്ലാത്ത വർഷം വണ്ടി അത്യാവശ്യം കുറേ ദിവസം കൊണ്ട് ഇവിടെ കിടക്കുന്നതുകൊണ്ടേ അങ്ങനെയുള്ള പൊടിയും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നതേ ഉള്ളൂ. ടയർ ആവറേജ് കൂടുതലുണ്ട്, നല്ല ഉണ്ട്. ടയറെല്ലാം അപ്പുറത്തേക്ക്. എന്തോ ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ 84,000 ആണെന്ന്. 84,000 കിലോമീറ്റർ, 2 സൈഡ് ഓപ്പൺ. വേറെ പറയത്തൊക്കെ എന്തെങ്കിലും അപാകതകൾ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്ത് അപാകതകൾ വന്നാലും അപ്പോഴെപ്പോഴും കൊണ്ടുപോയി ചെയ്യിപ്പിക്കും. ഇതിന്റെ ടെസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? ഇനി 1 വർഷമുണ്ട്. 1 വർഷം കൂടെ ഉണ്ട്. വേറെ കണ്ടിട്ട് ബോഡിയിലൊന്നും വേറെ ഒന്നുമില്ല. പാച്ച് വർക്ക് കാര്യങ്ങളോ മറ്റൊന്നുമില്ല. ഒരുവിധം ആവറേജ് എല്ലാം ഒരുവിധം കണ്ടീഷൻ വണ്ടിയാണ്. ഇത് 2017 മാജിക് എയറീസ് പ്രൈവറ്റ് വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? 2ാമത്തെ ഓണർഷിപ്പാണ് ഇത്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്ററാണ്. നമുക്ക് ആ കാര്യത്തിലൊന്നും ഇവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല. കറക്റ്റ് ആയിരിക്കും. ഏത് വണ്ടിക്കായാലും നമ്മൾ കിലോമീറ്റേഴ്സ് ഒക്കെ ജെന്യൂൻ, എല്ലാം ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കും. ആ കാര്യങ്ങളിലൊന്നും ഒരു മാറ്റം ഒരിക്കലും വരില്ല. നമ്മൾ തന്നവരോ വിട്ടവരോ എല്ലാം നമ്മൾ കൊടുക്കുമ്പോഴും മേടിക്കുമ്പോഴും ഇതിൻ്റെ എല്ലാം കിലോമീറ്ററും കാര്യങ്ങളും എല്ലാം എഴുതിയാണ് മേടിക്കുന്നത്. ഇത് 1,80,000 രൂപയ്ക്ക് കൊടുക്കാം. പ്രൈവറ്റ് ഉണ്ട്. 2032 വരെ ടാക്സും ഉണ്ട്. 2032 വരെ ടെസ്റ്റും ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസിന് 7 മാസം നോക്കണ്ട. 7 മാസം ഇൻഷുറൻസ് ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഗ്ലാസ്സൊക്കെ കറക്റ്റ്. ഇത് 2021 ദോസ്ത് AC പവർ സ്റ്റിയറിങ് പ്ലസ് 5 വോൾട്ട് വണ്ടി. 2021 ദോസ്ത് പ്ലസ് 5 വോൾട്ട്, 52,000 കിലോമീറ്റർ ഓടി. 52. ടയർ മാറാറായിട്ടുണ്ട്. ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരുവിധം ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം 7 മാസമായി. 7 മാസം. ഇനി വണ്ടിക്കകം കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. AC ഉണ്ട്. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 സൈഡ് ഓപ്പൺ ആണ്. ഇത് 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം നമുക്ക്. 5.5. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് 5.25 ഇട്ടേക്കുന്ന 5,000 രൂപയ്ക്ക് കൊടുക്കും. ഇതിൻ്റെ ടയർ അത്യാവശ്യം ടയർ സെക്കൻഡ് ഓണറാണ്. കുഴപ്പമില്ല. സെക്കൻഡ്. ഇത് മൈലേജ് എന്താണ്? ഇത് 15 മൈലേജ് കിട്ടും. 15, 14 ഒക്കെ കിട്ടും. ആ ഒരു റേഞ്ച് അല്ലേ? അതെ. തമ്പുരാൻ വണ്ടി കൊള്ളാം. 2021 വണ്ടി. ഡീസലാണ്. തേർഡ് ഓണറാണ്. എന്ത് ഓടി? കിലോമീറ്റർ 84 ഓടിയിട്ടുണ്ട്. 84. ഫിറ്റ്നസ്, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പുതിയതാണ്. എന്തെങ്കിലും അപാകത? നിലവിൽ അപാകത കാര്യങ്ങളൊന്നുമില്ല. സൈഡ് ഓപ്പൺ ആണ്. ഷോറൂം സർവീസാണ്. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം പുതിയ ടയറാണ് കിടക്കുന്നില്ല. കട്ട ടയറൊന്നും അല്ലല്ലോ? കട്ടയും ഉണ്ട്, പുതിയതുണ്ട്, കട്ട ടയറും ഉണ്ട്. രണ്ടും ഉണ്ട്. എത്ര ചോദിക്കുന്നേ? ഇതാകുമ്പോൾ നമുക്കൊരു 2.60 കൊടുക്കാം. 2.60. ലാസ്റ്റ് പ്രൈസ് ആണോ അതോ പിന്നെ എന്തെങ്കിലും? നെഗോഷ്യബിൾ ആണ്, ചെറിയ തോതിൽ. ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഇനി പുതിയ ഫിറ്റ്നസ്, പുതിയ ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്. 2012 ആവറേജ് കണ്ടീഷനാണ്. പഴയ വണ്ടിയാണ്. ആ വിലയെ വരുന്നുള്ളു. പക്ഷെ പുതിയ ടയറാണ്. പുതിയ ടയറുണ്ട്, പുതിയ ഫിറ്റ്നസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാ ഭാഗങ്ങളും ഉണ്ട്. പിന്നെ 12-ൻ്റെതായ പോരായ്മകൾ വരും. പഴയ വണ്ടിയാണ്. അതെ, വരുമ്പോൾ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ നോക്കിയെടുക്കുക തന്നെ. വിലയും വലിയ റേറ്റ് വരത്തില്ല. 1 രൂപ റേഞ്ചേ വരുത്തുള്ളൂ. ഓക്കെ. എത്ര ചോദിക്കുന്നേ? 1 രൂപ. 1 രൂപ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഇത് പഴയ വണ്ടിയാണ്, അതിൻ്റെതായ റീപ്ലേസുകൾ കാണും. ഐ മീൻ മേജർ? ഇല്ല, അങ്ങനെ ഇടിച്ചിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ആദ്യമേ പറഞ്ഞ അതാ, പഴയ 12 വണ്ടിയൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ പോരായ്മകൾ വരും. മോഡൽ കൂടുന്നതനുസരിച്ച് കിലോമീറ്റർ നോക്കണോ? അതെ, 1 ചില്ലറയൊക്കെ ആയിട്ടുണ്ട്.
ആയിട്ടുണ്ട്. ഓക്കെ, ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. ആ, ഇത് 2011 മാക്സിമം ആണ്. ഫിറ്റ്നസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ടയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ മറ്റ് അപാകതകളൊന്നുമില്ല. അകത്ത് സ്റ്റീലിൻ്റെ ഷീറ്റൊക്കെ അടിച്ചിട്ടുള്ളത്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ കാണാൻ അറിയില്ല, നോക്കട്ടെ. 82. റീപെയിന്റ് ഒക്കെ ചെയ്തിട്ടേക്കോ അല്ലേ? അപ്പം എല്ലാം പെയിന്റിംഗ് എല്ലാം ടെസ്റ്റിന് ചെയ്തതാ. ഓക്കെ, വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി പേപ്പേഴ്സ് ഒക്കെ എത്ര ആളുണ്ട്? ഇനി ഒരു 5 മാസം 6 മാസം അടുപ്പിച്ച് എല്ലാ പേപ്പറും ഉണ്ട്. 5 മാസം കൂടി ഉള്ളൂ. 5, 6. ഇതെല്ലാം ഓരോ കൊല്ലം ടെസ്റ്റാണ് വരുന്നത്. അതിപ്പം ഈ 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി 6 മാസം 7 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 5 മാസം ഉണ്ട്. ചോദിക്കുന്നത് എത്ര? ഇതാകുമ്പോൾ ഒരു 1.15 ആ റേഞ്ചിന് കൊടുക്കുക. 2021 ടാറ്റ ഇൻട്രയാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഫസ്റ്റ്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 62. സിംഗിൾ ഓണറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ നല്ല കണ്ടീഷൻ തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നേ? ഇതാകുമ്പോൾ നമുക്കൊരു 5.15 കൊടുക്കാം. 5.15. ആ, ഇതിപ്പോൾ ഈ ടൈപ്പ് വണ്ടിയൊക്കെ ഏകദേശം ഇപ്പോൾ ഈ 5-5.15 ചോദിക്കുന്ന വണ്ടിയൊക്കെ എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും? ഒരു 50 രൂപയ്ക്ക് വേണ്ടി നമുക്ക് ഇറക്കാം. ബാക്കി ഫിനാൻസ് ചെയ്യാം. എത്ര വർഷം? അത് 3 കൊല്ലം വരും, 2 കൊല്ലം വരും. അതൊരു അപ്പോൾ അടവ് എങ്ങനെ? ഇപ്പോൾ ഒരു 3 കൊല്ലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടവ് എങ്ങനെ വരും? 3 കൊല്ലം ഇപ്പോൾ ഒരു 10 രൂപ റേഞ്ചൊക്കെ വരും. ഓ, ആ റേഞ്ച് വരും. അത് പല സ്കീമാണ്. അത് ഫിനാൻസുകാരുമായിട്ടാണ് ബന്ധം. നമ്മൾ ഡയറക്റ്റ് അവർക്ക് മുട്ടിച്ചു കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇത് ഇനി പേപ്പേഴ്സൊക്കെ എത്ര ആളുണ്ട്? പുതിയ ഇൻഷുറൻസ്, പുതിയ ടെസ്റ്റ്, ടാക്സി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ടയർ കണ്ടീഷൻ പുതിയതാണ്. 3 സൈഡ് ഓപ്പൺ ആണ്. റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി ഗ്ലാസ് എല്ലാം കിടക്കുന്നു. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. വണ്ടി നീറ്റാണ്. 2018 സൂപ്പർ റൈസ് മിൻ്റാണ്. ഫിറ്റ്നസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അത്യാവശ്യം കിടപ്പുണ്ട്. ടയർ കണ്ടീഷനും എല്ലാം അത്യാവശ്യം ആവറേജ് ഉണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ കണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്ററും ജസ്റ്റ് നോക്കട്ടെ. 75 അല്ല, സോറി, 151. ഓക്കെ, ഇപ്പോൾ 1 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ എനിക്ക് അത്ര അറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതിൻ്റെ ഈ ടൈമിങ് ചെയ്യാൻ അങ്ങനെയുള്ള എല്ലാം ചെയ്തതാ, സർവീസ് എല്ലാം ചെയ്തതാ കഴിഞ്ഞിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ആകുമ്പോഴേ ഇതിൻ്റെയൊക്കെ മാറുന്നേ? ഇതൊരു 1 ലക്ഷം കിലോമീറ്റർ 95-90 ആകുമ്പോൾ മാറുന്നു. കാറ് പോലെ തന്നെ? ഓക്കെ, ടയർ ആവറേജ് ആണ്. ടയറൊക്കെ ആവറേജ്. ഫ്രണ്ട് ടയർ ആവറേജാ, ബാക്കും അത്യാവശ്യം ഓടാനുണ്ട്. പുതിയതല്ല. എത്ര ചോദിക്കുന്നേ? ഇതാവുമ്പോൾ 2.5 നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ്. 2022 പെട്രോൾ ഐസാണ്. ഫിറ്റ്നസ് പുതിയതാണ്. ഇൻഷുറൻസ് പുതിയതാണ്. പിന്നെ ടയർ കണ്ടീഷൻ ബാക്കിലത്തെ രണ്ടും പുതിയതാണ്. ഫ്രണ്ടിലത്തെ ആവറേജേ ഉള്ളൂ. കിലോമീറ്റർ 1.15 ഓടിയിട്ടുണ്ട്. സർവീസ് എല്ലാം ഉള്ളതാണ്. സെക്കൻഡ് ഓണറാണ്. സെക്കൻഡോ തേർഡോ ആണ്. സെക്കൻഡാന്ന് തോന്നുന്നു, ഉറപ്പില്ല. ഇത് ഗുഡ്സ് വണ്ടിയിൽ കൂടുതൽ ഓണർഷിപ്പ് കൂടുതലായിരിക്കും. എത്ര ഓണർഷിപ്പ് ആയാലും ഫിനാൻസ് ഒക്കെ കിട്ടും. അതൊന്നും കുഴപ്പമില്ല, കിട്ടും. കാറിന് പോലല്ല. ഇപ്പോൾ ഓരോരുത്തർ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി ചിലപ്പം ഫ്ലോപ്പ് ആകും, അടുത്ത ആൾ കൊടുക്കും. അങ്ങനെയാണ് ഗുഡ്സ് വണ്ടിയിൽ. അങ്ങനെ ഓണർഷിപ്പ് ആരും നോക്കാറില്ല. ഓക്കെ, കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞേ? 1.15 ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ജെന്യുവിൻ ആണല്ലോ. കിലോമീറ്റർ ജെന്യുവിൻ. നമ്മളൊന്നും ചെയ്യാറില്ല അതിനകത്ത്. നമ്മുടെ 3 ലക്ഷം ഓടി വണ്ടിയും കിടപ്പുണ്ട്. നമ്മൾ കിലോമീറ്റർ ഒന്നും ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഇത് എത്ര ചോദിക്കുന്നേ? ഇതാകുമ്പോൾ നമുക്കൊരു 2.5 രൂപയ്ക്ക് കൊടുക്കാം. 2.5 ലാസ്റ്റ് പ്രൈസ് ആണോ? ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വണ്ടി നമുക്കൊരു 50 രൂപ കൊണ്ട് ഇറക്കാം. ഇതൊരു 50 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. 50 രൂപയ്ക്കകത്ത് ഇറക്കാം. വേറെ അപാകതകൾ പറയാനില്ല? ഒന്നുമില്ല, നിലവിലില്ല. കമ്പനി ഗ്ലാസ്സാണ് കിടക്കുന്നത്. ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫിനാൻസ് എല്ലാ വണ്ടിക്കും നമുക്ക് ഫിനാൻസ് ചെയ്യാം. ഒരു മിനിമം ഒരു 30 രൂപ മേലോട്ട് കൈ നമുക്ക് ഇറക്കിയാൽ മതി. 30 രൂപ ഏറ്റവും കുറഞ്ഞ ഒരു 30 രൂപ. ചില വണ്ടി ഫുൾ ഫിനാൻസും കയറും. അങ്ങനെ കയറുന്ന വണ്ടികളുണ്ട്? ഉണ്ട്. നമ്മുടെ ഏത് വർഷം തൊട്ടൊക്കെ ഉള്ള? അത് 2021-22 മോഡലൊക്കെ നമുക്ക് IDV അനുസരിച്ച് നമുക്ക് ഫിനാൻസ് കൂടുതൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ 5 ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ ചില വണ്ടിക്ക് 5.5 ലക്ഷം രൂപ IDV ആണ്. അപ്പൊ നമുക്ക് 5 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇത് ദോസ്ത് 2012 മോഡല്. ഫിറ്റ്നസ്, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്.
ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് തേർഡൊക്കെ ആയിരിക്കും, മുമ്പ് പറഞ്ഞ പോലെ ആയിരിക്കും. അതപ്പോൾ വാങ്ങിക്കാൻ പഴയ വണ്ടിയിൽ ഓണർഷിപ്പ് പേപ്പർ നോക്കി തീരുമാനിക്കുക എന്നുള്ളത്. അത് തന്നെ. ഓക്കെ, ഇത് എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ജസ്റ്റ് നോക്കട്ടെ. ടയറും ഒക്കെയാണ്, കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലും തുരുമ്പൊന്നും ഇല്ല കേട്ടോ. 184 കിലോമീറ്റർ. 184. ബാക്ക് ടയർ ആവറേജ് ആണ്. വല്ല ബോഡി മൊത്തത്തിൽ നോക്കാം, ബോഡി തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. വണ്ടിക്കകവും വലിയ ലോഡ് കയറി ഓടിയതല്ല. ഓക്കെ, എത്ര ഇത് ചോദിക്കുന്നത്? ഇതാകുമ്പോൾ നമുക്ക് 210 നമുക്ക് എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം. 210 നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? നമുക്ക് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി അത്യാവശ്യം നീറ്റാണ്. 12 മോഡൽ വെച്ച് നോക്കുമ്പോൾ വണ്ടി അത്യാവശ്യം നീറ്റാണ്. ഇപ്പോഴും കമ്പനി ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. ഗ്ലാസ് ഒന്നും മാറില്ല, ഒന്നുമില്ല. ഓക്കെ, ഇത് പേപ്പേഴ്സ് ഒക്കെ ഇനി എത്ര ആളുണ്ട്? ഇതിൻ്റെ പേപ്പർ 1 കൊല്ലം അടുപ്പിച്ചുണ്ട്. 1 കൊല്ലം. ടയർസ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ടൈറ്റാനിയം ഗ്രൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ വണ്ടികളൊന്നും നിലവിലില്ല, കാര്യം ഇവിടെ വർക്ക് കിടക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം നമ്മുടെ ഗ്യാരേജിലോട്ട് ആക്കിയേക്കുവാണ്. അപ്പോൾ ഇപ്പോൾ വണ്ടി എടുക്കാൻ ഒരാൾ വന്നാൽ ഇവിടെ വന്ന് കാണാൻ പറ്റത്തില്ല, അവിടെ വരണം. നമ്മുടെ ഗ്യാരേജ് വരണം. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ. അങ്ങോട്ട് പോകാം. ഓക്കെ, ഇത് 2018 മെഗയാണ്. 2018 ഡിസംബർ വണ്ടിയാണ്. മറ്റ് അപാകതോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറാണ്. ഇൻഷുറൻസ്, ഫിറ്റ്നസ് കാര്യങ്ങൾ എല്ലാം പക്കയാണ്, എല്ലാം ഓക്കെയാണ്. വില വരുന്നത് 2 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ വരുന്നത്. നമ്മളൊരു ഓഫറായിട്ട് നമുക്ക് കൊടുക്കാം, ഒരു 1.25 രൂപയ്ക്ക് കൊടുത്തേക്കാം. 1.25 ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് ആണ്. ടയർ ഈ ബാക്ക് ടയർ മൊട്ടയാണ്, ഇതാണോ? കട്ടയാണ് കിടക്കുന്നത്. അത് ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ഉള്ളു, അതുകൊണ്ടാണ് ആ വില പറഞ്ഞത് നമ്മൾ. അപ്പൊ ഈ കിടക്കുന്ന കണ്ടീഷനിലാണ് ഇതിനകത്ത് നമ്മളൊന്ന് ചെറിയൊരു പെയിന്റിങ് വർക്ക് ചെയ്യും, ചെയ്യാനുണ്ട്, ചെയ്തു തരും. ഇത് നമ്മുടെ വർക്ക്ഷോപ്പ് ഇവിടെയാണ്. 15 വർഷം കൊണ്ട് ഇവിടെ മെക്കാനിക്കലും പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിനകത്താണ് നടക്കുന്നത്. ഇവിടെയും അവിടെയായിട്ടാണ് നടക്കുന്നത്. മറ്റേ മെക്കാനിക്കലും ഉണ്ട്, പെയിന്റിങ്ങും ഉണ്ട്, വാച്ച് വർക്കിംഗ് ഉണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്യുന്നത്. ഒരു വിധപ്പെട്ട പണികളെല്ലാം ഇവിടെ ചെയ്യുന്നു. വണ്ടി എടുക്കാൻ വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ട് പോകാം. അതെ, കൊച്ചു വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇവിടെ ചെയ്ത് കയറും. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് നോക്കുന്ന എല്ലാവർക്കും ഉപകാരം ചെയ്ത ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.